ലിനറ്റ്, യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ്, UDF-നൊപ്പമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. BJP-യുടെ ഹിഡൻ പാർട്ട്ണർ എന്ന ആരോപണം, അതിനുശേഷം കേരളത്തിൽ BJP-യുടെ അദൃശ്യ കരം എന്ന് പറഞ്ഞ് ഡീലിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ശേഷം അദ്ദേഹം അവകാശവാദം ഉയർത്തുകയാണ്. ഇടതുപക്ഷം ഇപ്പോൾ ശരിയായ ഇടതുപക്ഷം UDF-നൊപ്പമെന്ന്. അത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒപ്പം കെ സുധാകരന് ഇതുവരെയും സങ്കടം മാറിയിട്ടില്ല അല്ലേ? തീർച്ചയായും ലക്ഷ്മി, രാഹുൽ ഗാന്ധി വന്നതിനെ തുടർന്ന് കോൺഗ്രസിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞതുപോലെ കെ സുധാകരന്റെ സീറ്റ് വിവാദവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം. അതേ തുടർന്നാണ് ഇതിന് പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയ സംഭവമാണ് ഇന്ന് കണ്ണൂരിന്റെ മണ്ണിൽ കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും അവരുടെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒപ്പമാണ് എന്ന കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും സ്റ്റേജിൽ അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് CPM-നെ, അതായത് CPM നേതാക്കളെ തന്നെ ഒപ്പം നിർത്തി കോൺഗ്രസിന്റെ ഒപ്പമാണ് ഇവരെന്നും നിലപാടുകൾ തങ്ങളുടെ ഒപ്പമാണ് എന്ന് തന്നെ അദ്ദേഹം തെളിവ് അടക്കം നിരത്തിയിട്ടാണ് ഇത്തരത്തിൽ പ്രസംഗം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഡീൽ വിവാദം അദ്ദേഹം എടുത്തു പറഞ്ഞു. അതായത് CPM-ഉം RSS-ഉം BJP-യും ഒരൊറ്റക്കെട്ടാണെന്നും CPM കേരളം ഭരിക്കണമെന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള മറ്റു നേതാക്കളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കെ സുധാകരന്റെ സീറ്റ് വിവാദം ഏറെ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ഇടപെടേണ്ട സാഹചര്യം അടക്കം വന്നൊരു ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നീട് പാർട്ടി നിലപാടുകളോട് യോജിക്കുകയും പാർട്ടിയെ അനുസരിക്കുകയും ചെയ്ത കെ സുധാകരനെ ചേർത്ത് നിർത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. പ്രത്യേകിച്ച് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ ഇന്നത്തെ ഈ ഒരു പരിപാടി ഉണ്ടായത്. ഈ പരിപാടിയിൽ താൻ സംസാരിക്കരുത് എന്നാണ് കരുതിയത്. താൻ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ്, അതുകൊണ്ടാണ് താൻ മാറിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി സംസാരിച്ചതിനെ തുടർന്നാണ് ഞാൻ പ്രസംഗത്തിന് ഒരുങ്ങിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പരോക്ഷമായി തന്നെ തനിക്കുള്ള അതൃപ്തി കെ സുധാകരനോടെ അറിയിച്ചു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്ന്. അങ്ങനെ കെ സുധാകരന് പിണക്കം മാറുന്നതേയില്ല. പക്ഷേ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കുള്ളിൽ, കോൺഗ്രസിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കുള്ളിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യവുമാണ്.